100 മീറ്റർ ഓട്ട മത്സരത്തിൽ നിൽക്കുന്ന ഒരാൾ. അയാളുടെ ശ്രദ്ധ ആ വെടിയൊച്ചയിലാണ്. വെടിയൊച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ നോട്ടമൊന്നുമില്ല, കുതിച്ച് പായുകയാണ്. എത്രയും പെട്ടെന്ന് ഫിനിഷിംഗ് ലൈനിൽ എത്തുക, വേറെ ലക്ഷ്യമൊന്നുമില്ല, ഫോക്കസ്ഡാണ് ഫിനിഷിംഗ് ലൈനിൽ എത്തുക. ഇങ്ങനെ കുതിച്ച് പായുമ്പോൾ ചിലർ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്ന് കളിയാക്കുന്നുണ്ടാവും, ഡാ നീ എവിടെ പോയി, എന്താ പരിപാടി എന്ന്. പക്ഷെ അവനതൊന്നും ശ്രദ്ധിക്കില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഫോക്കസ്ഡാണ്, എത്രയും പെട്ടെന്ന് ഫിനിഷിംഗ് ലൈനിൽ എത്തുക. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. പലരും ചുറ്റും നിന്ന് കളിയാക്കുന്നവരുണ്ടാകാം, ട്രോളുന്നവരുണ്ടാകാം, ഇരട്ടപ്പേര് വിളിക്കുന്നുണ്ടാകാം. പക്ഷെ അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോകരുത്. എന്നാലും ആ വാക്ക് എന്നോട് ഉപയോഗിച്ചോ, എന്തിനാ എന്നെ കളിയാക്കിയത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, നോ, അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിലാക്സ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും എനിക്ക് സന്തോഷം നൽകിയ കാര്യമാണ് ബാബുസ്വാമി, അതുപോലെ നാഗാദേവി. എന്തേലും ട്രോളാണ് അവരെ കുറിച്ച്. ഡാൻസ്, കോമഡി, വേൾഡ് ഫേമസ് ആയി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും ചേർന്ന് ആ വ്യക്തിനെ, ബാബുസ്വാമി എന്നുള്ള വ്യക്തിനെയൊക്കെ വേൾഡ് ഫേമസ് ആക്കി കളഞ്ഞു. പക്ഷേ ഇത്രയും ട്രോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടും അദ്ദേഹം റിലാക്സ്ഡാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഫോക്കസ്ഡാണ്. ഇതെല്ലാം ഒരു തമാശയായിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എടുക്കുകയാണ്. എന്നിട്ട് കൂളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ലൈഫിൽ ഫോക്കസ്ഡാണ്. സെയിം നാഗാദേവി അതുപോലെ തന്നെ ലൈഫിൽ ഫോക്കസ്ഡാണ്. അവർ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിലൊന്നും അവർക്കൊരു പ്രശ്നമല്ല. രേണുസുതി ഇതുപോലെ തന്നെയാണ്, നമുക്കറിയാം. എന്തേലും ട്രോളാണ്, പക്ഷെ അതൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരവരുടെ ലൈഫ് സക്സസ്ഫുള്ളായിട്ട് മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചുറ്റിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ ട്രോളാനും തള്ളിപ്പറയാനായിട്ടും കുറ്റം പറയാനായിട്ടും ഒക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിലാക്സ്. അവരതങ്ങനെ പറഞ്ഞോട്ടെ. ആന മുമ്പിലേക്ക് പോകുമ്പോൾ പട്ടി കിടന്ന് കുരയ്ക്കും, ഡാ തടിയാ പൊണ്ണത്തടിയാ നീ എവിടെ പോണേ, എന്താണ് ജസ്റ്റ് റിലാക്സ്. ആന അതിനൊന്നും മൈൻഡ് ചെയ്യില്ല. ആന അങ്ങോട്ട് നടന്ന് ആനയുടേതായ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകും. സെയിം, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുമ്പിലേക്ക് പോവുക. എല്ലാവരും വിജയിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.